ഹായ് ഫ്രണ്ട്സ്, കേരള PSC LDC നമുക്കറിയാം ലോക ഭൂമിശാസ്ത്രം. ആ ലോക ഭൂമിശാസ്ത്രം പരന്ന് കിടക്കുക. 5 മാർക്കുകൾ ഭൂമിശാസ്ത്രം എന്നൊക്കെ. ലോക ഭൂമിശാസ്ത്രം, ഇന്ത്യൻ ഭൂമിശാസ്ത്രം, കേരള ഭൂമിശാസ്ത്രം ഇതൊക്കെ പഠിച്ചാൽ നമുക്ക് 5 മാർക്കുകൾ. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ വെച്ചുകൊണ്ട് SCERT ബുക്കും വെച്ചുകൊണ്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗത്തിലൂടെ കടന്നു പോകാം. ഭൂകമ്പ തരംഗങ്ങളുടെ ഉത്ഭവസ്ഥാനം. നമുക്കിന്ന് ഭൂകമ്പങ്ങളെക്കുറിച്ചൊന്ന് പഠിക്കാം. ഭൂകമ്പ തരംഗങ്ങളുടെ ഉത്ഭവസ്ഥാനം ഏതാണ് എന്നാണ് ചോദ്യം. ഭൂകമ്പ തരംഗങ്ങളുടെ ഉത്ഭവസ്ഥാനം ഭൂകമ്പനാഭി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഭൂകമ്പ തരംഗങ്ങളുടെ ഉത്ഭവസ്ഥാനം. അപ്പം ഭൂകമ്പങ്ങൾ, അതിനുണ്ടാകുന്ന സെസിമിക് വേവ്സ്, തരംഗങ്ങൾ, ഭൂകമ്പ തരംഗങ്ങൾ, അത് ഉണ്ടാകുന്ന ആ ഉത്ഭവസ്ഥാനത്തെയാണ് ഭൂകമ്പനാഭി. നാഭി എന്ന് പറഞ്ഞാൽ പൊക്കിളാണ്, അവിടെ നിന്നുണ്ടായി വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഭൂകമ്പത്തിൻ്റെ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് പ്രഭവ കേന്ദ്രമാണ്. ഭൂകമ്പനാഭി എന്നും അറിയപ്പെടും, സെസിമിക് ഫോക്കസ് എന്നും അറിയപ്പെടും. ഭൂകമ്പങ്ങൾക്ക് കാരണമാകുന്ന ചലന കേന്ദ്രമാണ് ഭൂകമ്പത്തിൻ്റെ ഘടകം എന്ന് പറയുന്നത്. അതികേന്ദ്രമുണ്ട്. ഇനി എപ്പിക് സെൻറ്റർ, അത് ഭൂകമ്പത്തിൻ്റെ ആ ചലന കേന്ദ്രം എന്ന് പറയുന്നത് ഭൂമിയുടെ താഴെയാണ്. പക്ഷെ നമുക്ക് ദുരിതങ്ങളും ബുദ്ധിമുട്ടുണ്ടാവുന്നത് ഭൂമിയുടെ മുകളിലാണ്. അപ്പോൾ ഈ അതികേന്ദ്രം എന്ന് പറയുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ, നമുക്ക് ചിത്രം വെച്ച് പഠിക്കാം, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഭൂകമ്പം ഏറ്റവും ശക്തിയായി അനുഭവപ്പെടുന്ന സ്ഥലമാണ്. ഇതിനെയാണ് ഭൂകമ്പനാഭി എന്ന് പറയുന്നത്. അത് പ്രഭവ കേന്ദ്രത്തിന് നേരെ മുകളിലാണ്. അപ്പം പ്രഭവ കേന്ദ്രമാണ് എപ്പിക് സെൻറ്റർ. ഹൈപ്പോ സെൻറ്റർ എന്ന് പറയുന്നത് ഏതാണ്? അതികേന്ദ്രമാണ്, അത് പുറത്തുള്ള ഭാഗമാണ്, ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ഭാഗമാണ്. അതിനെ എപ്പിക് സെൻറ്റർ എന്ന് വിളിക്കും. മറ്റതിനെ ഹൈപ്പോ സെൻറ്റർ, പ്രഭവ കേന്ദ്രം, അതല്ലെങ്കിൽ ഫോക്കസ്, ഭൂകമ്പനാഭി, പ്രഭവ കേന്ദ്രം എന്നെല്ലാം അറിയപ്പെടും. മറ്റൊന്നാണ് ഭൂകമ്പ തരംഗങ്ങൾ. അത് ഭൂകമ്പത്തിൻ്റെ ഊർജം ചുറ്റുമുള്ള പാറക്കെട്ടുകളിലൂടെ പ്രക്ഷേപണം ചെയ്യുന്ന തരംഗങ്ങൾ. നമ്മളിപ്പോൾ വെള്ളത്തിൽ ഒരു കല്ലിട്ട് കഴിഞ്ഞാൽ തരംഗമായിട്ടത് പോയിട്ട് ഇലേനൊക്കെ അങ്ങനെ നടക്കുന്നത് കാണാറില്ലേ? അതുപോലെ ഈ ഭൂകമ്പത്തിൻ്റെ പ്രഭവ കേന്ദ്രത്തിലുണ്ടാകുന്ന ആ മാറ്റം, അത് ചലനങ്ങളായി, അതിന് മോചിക്കപ്പെടുന്ന ഊർജം അതെന്തായി ഈ ഭൂകമ്പ തരംഗങ്ങളിലൂടെ ചലനങ്ങളായി പോയി ഭൂമിയുടെ ഉപരിതലത്തിലും മറ്റ് പാറക്കെട്ടുകളിലൊക്കെ വന്നടിക്കും. അപ്പോൾ നമ്മുടെ ഈ ക്ലാസ് നിങ്ങൾക്കറിയാം 90 ഡേയ്സ് ക്രാഷ് കോഴ്സിൻ്റെ ഭാഗമാണ്. ആ ക്രാഷ് കോഴ്സിൽ ചേരാൻ വളരെ എളുപ്പമാണ്, ഫ്രീ ആണ്, തീർത്തും സൗജന്യമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയേണ്ടതെന്നൊക്കെ പലരും പറയുന്നുണ്ട്. പറയാതിരിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം പുതുതായി ചേരുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തിനാണ് ഈ കോഴ്സ് എന്നറിയിക്കുന്നതിനും കൂടി വേണ്ടിയാണ് നമ്മളിത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളെല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമാണ് നിങ്ങളെ പഠിപ്പിക്കുക. കംപ്ലീറ്റ് നോട്ട്സ് കിട്ടും. അതാത് ദിവസം പഠിക്കാനുള്ളത് അതാത് ദിവസം തരും. അതിൻ്റെ നോട്ട് തരും, സഹായകരമായ വീഡിയോ തരും. അതുകൂടാതെ നിങ്ങൾക്ക് അതിൽ നിന്ന് അന്നത്തെ ദിവസം ഒരു എക്സാമും ചെയ്യാം. തിരുവനന്തപുരത്തെ LD ക്ലർക്ക് എക്സാം വരുന്നതിന് മുമ്പായി തീരുന്ന രീതിയിലാണ് നമ്മൾ ഈ ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വിവിധ ജില്ലക്കാരുണ്ടായിരിക്കും, നിങ്ങളുടെ പേസിനനുസരിച്ച് നിങ്ങൾക്ക് പഠിച്ചു പോകാം. എല്ലാം തന്നെ ഒരൊറ്റ ലിങ്ക് കിട്ടും. ഇപ്പോൾ Day 1, Day 2, Day 3, Day 4, Day 4 ഇട്ടു, Day 10 എത്തി, Day 4 വാട്സപ്പിൽ അവിടെ പോകണ്ടേ ഇവിടെ പോകണ്ടേ എന്ന് വിചാരിക്കേണ്ട. ഒരൊറ്റ ലിങ്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ലിങ്കിലുണ്ട് ഈ കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് കിട്ടും. വീഡിയോ ക്ലാസ് കിട്ടും, എക്സാം കിട്ടും, ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ചേരാനുള്ള ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. ഇനി പ്രധാന വിവരങ്ങളിലേക്ക് കടക്കാം. പ്രധാന വിവരങ്ങൾ എന്ന് പറയുന്നത് തുടർ ഭൂകമ്പങ്ങളുടെ നാട് അന്നറിയപ്പെടുന്നത് ഹെയ്ത്തിയാണ്. തുടർ ഭൂകമ്പങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് എന്താണ്? ഹെയ്ത്തിയാണ്. തുടർ ഭൂകമ്പങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ഹെയ്ത്തി. ഹെയ്, മനസ്സിൽ മുഴുവൻ തീയാണ് ആ നാട്ടിലെ, ഭൂകമ്പമാണ് എപ്പോഴും. ഹെയ്ത്തി എന്നോർത്ത് വെച്ചാൽ മതി. ഹെയ്ത്തി ലോകത്ത് രേഖപ്പെടുത്തിയ ഏറ്റവും തീവ്രതയേറിയ ഭൂകമ്പം 9.5 തീവ്രതയാണ്. ചിലിയിലെ വാൽഡിവിയയിലാണ്. ചിലിയിലെ വാൽഡിവിയയിൽ അവിടെ ഒരു വാളുണ്ട്, അത് ഡിവൈഡ് ചെയ്തു എന്ന് ആലോചിച്ചാൽ മതി. ഒരു വാള് ആയി മാറി ഒരു ഗർത്തം പോലെ. ആ ഗർത്തം കണ്ടു കഴിഞ്ഞാൽ ഒരു വാള് പോലെയല്ലേ, ഒരു മതിൽ പോലെ, ഒരു ശൂന്യത കൊണ്ട് ഒരു മതിലുണ്ടാക്കിയത് പോലെയാണെന്ന് വിചാരിക്കുക. വാൽഡിവി എവിടെയാ? ചിലി. ചിലി എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ ചിതറിത്തെറിച്ചു പോയി, ചില്ലുകളായി തിരിച്ചു പോയി എന്ന് വിചാരിക്കുക. അപ്പോൾ ലോകത്ത് രേഖപ്പെടുത്തിയ ഏറ്റവും തീവ്രതയേറിയ ഭൂകമ്പം ചില്ലുകളായി മാറിയ, ആ പ്രദേശം മുഴുവൻ പൊട്ടിപ്പൊട്ടി ചിതറിയ ചില്ലുകളായി മാറിയ ചിലിയിലെ
അവിടെ ഒരു അഗാധ ഗർത്തം മൂലം ഒരു എന്തുണ്ടായിട്ടുണ്ട്, ഒരു വാളുണ്ടായിട്ടുണ്ട്, ശൂന്യത കൊണ്ടൊരു മതിലുണ്ടായിട്ടുണ്ട്. വാൾ ഡിവൈഡ് വാൾ ഡിവിയയിലാണ്. ഭൂകമ്പ തരംഗങ്ങൾ ആദ്യം എത്തിച്ചേരുന്നത് അതികേന്ദ്രത്തിലാണ്. എവിടെയാ അത്? എവിടെയാണ്? നമുക്ക് 2 കേന്ദ്രങ്ങളുണ്ട് അല്ലേ? അതോർത്ത് മറക്കണ്ട, 2 കേന്ദ്രങ്ങളുണ്ട്. ഭൂകമ്പം ഉണ്ടാവുന്നത് ഹൈപ്പോ സെൻറ്ററാണ്, പ്രഭവ കേന്ദ്രം, ഭൂകമ്പ നാഭി. അതികേന്ദ്രം എന്ന് പറയുന്നത് എപ്പിക് സെൻറ്ററാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ ഭൂമി ആദ്യമായിട്ട് ഭൂകമ്പ തരംഗങ്ങൾ ആദ്യം എത്തിച്ചേരുന്നത് എത്രയാണ്? അതികേന്ദ്രത്തിൽ. ഇനി 9.5 തീവ്രത എന്ന് പറഞ്ഞാൽ 10 ഫുള്ള് തകർന്നു വിചാരിക്കുക, അങ്ങോട്ട് എത്തിയിട്ട് വിചാരിക്കുക 9.5 എത്തിയിട്ട് റെക്കോർഡ് എത്തിയെന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് ഭൂകമ്പത്തിൻ്റെ ഫോക്കസ്. ഹൈപ്പോ സെൻറ്റർ എന്ന് പറയുന്നത് ഇതാണ്. അവിടെ വെച്ചിട്ടാണ് ഭൂകമ്പം ഉണ്ടാവുന്നത്. എന്നിട്ടത് തരംഗ രൂപത്തിൽ ഇങ്ങനെ പോവും. ആ തരംഗ രൂപത്തിൽ പോകുന്നതാണ് സെസ്മിക് വേവ്സ്, ഭൂകമ്പ തരംഗങ്ങൾ. അത് ഭൂമിയുടെ ഉപരിതലത്തിൽ അതിന് നേരെ മുകളിലുള്ള ഭാഗത്തെയാണ് എന്തെന്ന് പറയുന്നത്? എപ്പിക് സെൻറ്റർ അഥവാ എന്ന് പറയുന്നത്. എപ്പിക് സെൻറ്റർ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ എപ്പിക് സെൻറ്ററിനെ നമ്മൾ എന്തുകൂടി പറയും? അത് ഭൂകമ്പം ഏറ്റവും ശക്തമായി അനുഭവപ്പെടുന്ന സ്ഥലത്താണ്, പ്രഭവ കേന്ദ്രത്തിന് നേരെ മുകളിലാണ്. പ്രസ്താവനകൾ പരിശോധിച്ച് താഴെ തന്നിട്ടുള്ള ഉത്തരങ്ങളിൽ നിന്ന് ഏറ്റവും ശരിയായത് എഴുതുക. ഒരു ഭ്രംശതലത്തിലൂടെ ശിലകൾ തെന്നി മാറുന്നതിനാലാണ് ടെക്ടോണിക് ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത്. ആണവ രാസസ്ഫോടനങ്ങൾ മൂലവും ഭൂകമ്പങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇതിലേതെല്ലാം ശരിയാണ്? 2ഉം ശരിയാണ്. നമുക്ക് വിശദമായി പഠിക്കാം. ഒരു ഭ്രംശതലത്തിലൂടെ ശിലകൾ തെന്നി മാറുന്നതിനാലാണ് ടെക്ടോണിക് ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത്. ആണവ രാസസ്ഫോടനങ്ങൾ മൂലവും ഭൂകമ്പങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ ശിലകൾ തെന്നി മാറുന്നതിലൂടെ മാത്രമല്ല, ആണവ രാസസ്ഫോടനങ്ങൾ മൂലവും, അതായത് ടെക്ടോണിക് ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. ആണവ രാസസ്ഫോടനങ്ങൾ മൂലവും ഭൂകമ്പങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇപ്പം ടെക്സ്റ്റ് ബുക്കിലെ പാഠഭാഗവുമായി ബന്ധപ്പെടുത്തി നമുക്കൊന്ന് പഠിക്കാം. ഭൂവൽക്കവും മാൻഡിലിൻ്റെ മുകൾ ഭാഗവും ചേർന്നതാണ് ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഭൂവൽക്കം മുതൽ അകക്കാമ്പ് വരെയുള്ള കനവുമായി താരതമ്യം ചെയ്യുമ്പോൾ ശിലാമണ്ഡലത്തിൻ്റെ കനം വളരെ കുറവാണ്. മുട്ടയുടെ പുറന്തോട് പോലെയുള്ള പല കഷ്ണങ്ങളായാലാണ്, മുട്ടയുടെ പൊട്ടിയ പുറന്തോട് പോലെയുള്ള പല കഷ്ണങ്ങളായാണ് ശിലാമണ്ഡലം കാണുന്നത്. ഒരു മുട്ട ഇങ്ങനെ പൊട്ടി ഇരിക്കുകയാണ് ചോദിച്ചുള്ളൂ, ബ്രേക്ക് ചെയ്ത മുട്ട. അപ്പോൾ അതിൽ പല പല കഷ്ണങ്ങളായിരിക്കുമല്ലോ, ഒരു ഗോളാകൃതിയിൽ തന്നെ. അനേകായിരം കിലോമീറ്ററുകൾ വിസ്തൃതിയും പരമാവധി 100 കിലോമീറ്റർ കനവുമുള്ള ശിലാമണ്ഡല ഭാഗങ്ങളെ ശിലാമണ്ഡല ഫലകങ്ങൾ, ലിത്തോസ്ഫിറിക് പ്ലേറ്റ്സ് എന്നും അറിയപ്പെടും. വലുതും ചെറുതുമായ പലതരത്തിലുള്ള ഫലകങ്ങളുണ്ട് ഇങ്ങനെ. ഇത് ഓരോന്നും സമുദ്രഭാഗവും വൻകരാഭാഗവും ഉൾക്കൊള്ളുന്നതോ, സമുദ്രഭാഗം മാത്രം ഉൾക്കൊള്ളുന്നതോ, വൻകരാഭാഗം മാത്രം ഉൾക്കൊള്ളുന്നതോ ആവാം. നമ്മൾ പഠിച്ചത് ശിലാമണ്ഡലം എന്ന് പറഞ്ഞാൽ ഭൂവൽക്കവും മാൻഡിലും ചേർന്ന ഭാഗമാണ്. ഇതിൻ്റെ കനം വളരെ കുറവാണ്. ഭൂവൽക്കം മുതൽ അകക്കാമ്പ് വരെയുള്ള ഭൂവൽക്കം കഴിഞ്ഞാൽ മാൻഡിലുണ്ട്, മാൻഡിൽ കഴിഞ്ഞാൽ പുറങ്കാമ്പുണ്ട്, പുറങ്കാമ്പ് കഴിഞ്ഞാൽ അകക്കാമ്പുണ്ട്. ഇതിനെ മൊത്തം എടുത്ത് നോക്കുമ്പോൾ ഇതിൻ്റെ കനം വളരെ കുറവാണ്. ഒരു മുട്ടത്തോട് പോലെ കനം കുറവാണ്. ആ പൊട്ടിയ മുട്ടത്തോട് പോലെയുള്ള പല കഷ്ണങ്ങളായാണ് ശിലാമണ്ഡലം കാണപ്പെടുന്നത്. അപ്പോൾ അതിന് അനേകായിരം കിലോമീറ്റർ വിസ്തൃതിയുണ്ട്. കാരണം അത്രയും വലിയ ഭൂമിയല്ലേ. 100 കിലോമീറ്റർ കനവുമുള്ള ഈ കഷ്ണങ്ങളെയാണ് ശിലാമണ്ഡല ഫലകങ്ങൾ അല്ലെങ്കിൽ ലിത്തോസ്ഫിറിക് പ്ലേറ്റ്സ് എന്നറിയപ്പെടുന്നത്. ഇതിൽ സമുദ്രവും വൻകരയും അടങ്ങുന്ന ഫലകങ്ങളുണ്ട്, സമുദ്രം മാത്രം അടങ്ങുന്ന ഫലകങ്ങളുണ്ട്, വൻകര മാത്രം അടങ്ങുന്ന ഫലകങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ചിത്രത്തിൽ നോക്കുമ്പോൾ കാണാം കേട്ടോ, അങ്ങനെ പൊട്ടിയ മുട്ടത്തോട് പോലെ. ഇപ്പോൾ ഒരു പസഫിക് ഫലകമുണ്ട്, ആസ്ട്രേലിയൻ ഫലകമുണ്ട്, വടക്കേ അമേരിക്കൻ ഫലകമുണ്ട്, തെക്കേ അമേരിക്കൻ ഫലകമുണ്ട്, ഒരു അന്റാർട്ടിക് ഫലകമുണ്ട്, ആഫ്രിക്കൻ ഫലകമുണ്ട്, യൂറേഷ്യൻ ഫലകമുണ്ട്. പലതരത്തിലുള്ള ഫലകങ്ങളുടെ പേര് കിട്ടിയല്ലോ. പസഫിക് ഫലകമുണ്ട്, ആസ്ട്രേലിയൻ ഫലകമുണ്ട്. പസഫിക് ഫലകം അവിടെ കാണുന്നുണ്ട് നിങ്ങൾ, ആസ്ട്രേലിയൻ ഫലകം കാണുന്നുണ്ട്, അമേരിക്കൻ ഫലകം കാണുന്നുണ്ട്, ആഫ്രിക്കൻ ഫലകം കാണുന്നുണ്ട്. ആ അമേരിക്കൻ ഫലകത്തിൻ്റെ നമ്മൾ റൈറ്റ് ഭാഗത്തിലേക്ക് നോക്കിയാൽ, വലതുഭാഗത്തേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് ഫലകവും കാണാം? യൂറേഷ്യൻ ഫലകം കാണാം, അന്റാർട്ടിക് ഫലകവും ഉണ്ട്. അപ്പോൾ ശിലാമണ്ഡല ഫലകങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി തന്നെ വലിയ ഫലകങ്ങളെന്നും ചെറിയ ഫലകങ്ങളെന്നും വേർതിരിക്കാം.
ഫിലിപ്പൈൻ, കാക്കോസ്, നാസ്ക, കരീബിയൻ, സ്കോഷ്യ, അറേബ്യൻ തുടങ്ങിയ ഫലകങ്ങൾ ചെറിയ ഫലകങ്ങളാണ്. മൈനർ പ്ലേറ്റ്സും ഉണ്ട് അതിൽ കൊക്കോസ്, നാസ്ക, കരീബിയൻ, സ്കോഷ്യ, അറേബ്യൻ. അപ്പം ചെറിയ ഫലകങ്ങളുടെ പേരുകളൊന്ന് ഓർത്തു വെച്ചോളൂ. ചെറിയ ഫലകങ്ങളുടെ പേരുകൾ ഏതൊക്കെയാ? ഫിലിപ്പൈൻ, കൊക്കോസ്. ചെറിയ കുട്ടികളൊരു ബന്ധപ്പെട്ട് ഓർത്തു വെച്ചാൽ മതി. ഫിലിപ്പൈൻ, ചെറിയ കുട്ടികൾ ഫിലിമിന് പോകും, മുതിർന്നവർ അത്രയും ഫിലിമിന് പോവില്ല. കൊക്കോസ്, അവർ ധാരാളം കൊക്കോക്കോള കുടിക്കും. നാസ്ക, നന്നായി നാസ്ത കഴിക്കും. കരീബിയൻ, അവർ നന്നായി ചൂടത്തും വെയിലത്തും കളിച്ചിട്ട് കറുത്തിട്ടുണ്ടാവും അല്ലേ? സ്കോഷ്യ, കറുപ്പ് മോശമല്ല കേട്ടോ, കറുപ്പ് ആരോഗ്യത്തിൻ്റെ ഘടകമാണ്. സ്കോഷ്യ, അവർക്ക് എന്താണ് നല്ല തരത്തിൽ അവർക്ക് സ്കോഷ്യ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ വീട്ടിൽ സ്ക്വാഷ് ഉണ്ടാക്കാറില്ലേ? അത് ഏറ്റവും കൂടുതൽ കുടിക്കുക കുട്ടികളാണ്. അറേബ്യൻ ഫുഡിനോട് വളരെ പ്രിയമാണ്. നോക്കൂ, ഒക്കെ കുട്ടികളോട് ബന്ധപ്പെട്ടതാണ്. കൊക്കോക്കോള കഴിക്കും, കൊക്കോസ്. ഫിലിപ്പൈൻ, ധാരാളം ഫിലിം കാണും. നാസ്ക, നന്നായി നാസ്ത കഴിക്കും. കരീബിയൻ, പുറത്തിറങ്ങി വെയിലത്തേ കളിക്കും, കറുത്തിട്ടുണ്ടാവും, മോശമൊന്നുമല്ലത്. സ്കോഷ്യ, അവരെന്ത് ചെയ്യും? സ്ക്വാഷ് കഴിക്കും. അറേബ്യൻ ഫുഡ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. വലിയ ഫലകങ്ങൾ 7 എണ്ണമാണ് നമ്മൾ നേരത്തെ പഠിച്ചു. ഇതിൽ ഏറ്റവും വലിയ ഫലകം പസഫിക് ഫലകമാണ്. ഏറ്റവും വലിയ ഫലകം എന്ന് പറയുന്നത് എന്ത് ഫലകമാണ്? പസഫിക് ഫലകമാണ്. ഈ ഫലകങ്ങൾ ചലിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ലിത്തോസ്ഫിയറിന് താഴെ അർദ്ധദ്രാവകാവസ്ഥയിലുള്ള എന്താണ്? അസ്തനോസ്ഫിയർ ഉണ്ട്. മാൻഡിലിൻ്റെ തന്നെ ദുർബലമായ ഉപരിഭാഗമാണ്. ഏറ്റവും മുകളിലുള്ള ഭാഗവും ഭൂവൽക്കവും ചേർന്നിട്ടാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം, നമ്മൾ ഡയഗ്രമൊക്കെ വെച്ചിട്ട് പഠിച്ചിട്ടുണ്ട്. ഭൂവൽക്കവും മാൻഡിലിൻ്റെ ഉപരിഭാഗവും ചേർന്നാണ് എന്തുണ്ടായിട്ടുള്ളത്? ലിത്തോസ്ഫിയർ ചേർന്നിട്ടുള്ളത്. ഈ ലിത്തോസ്ഫിയറിലാണ് ഫലകങ്ങൾ. അതിന് താഴെ മാൻഡിലിൻ്റെ തന്നെ ദുർബലമായ ഉപരിഭാഗം അസ്തനോസ്ഫിയർ, അത് അർദ്ധദ്രാവകാവസ്ഥയിലാണ്. ഈ ശിലാമണ്ഡലങ്ങളൊക്കെ അതിലിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പൊന്തിക്കിടക്കുക. ഭൂമിക്കുള്ളിലെ അത്യധികമായ താപത്താൽ ഒരുങ്ങിയ മാൻഡിലിൻ്റെ ഭാഗമായ മാഗ്മ നിരന്തരം സംവഹത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. അതിങ്ങനെ സംവഹനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെള്ളം തിളച്ച് മറിയാറില്ലേ? അതുപോലെ നല്ല ചൂടുകൊണ്ട് ഇങ്ങനെ സംവഹനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടു, അങ്ങനെ തിളച്ച് മറിയാണ് മാഗ്മ. ആ മാഗ്മ എന്ത് ചെയ്യുന്നു? ഈ വിടവിലൂടെ, ഈ ഫലകങ്ങൾക്കിടയിലൂടെ ഉള്ള വിടവിലൂടെ പുറത്തേക്കെത്തും. അപ്പം നമുക്കറിയാം, അസ്തനോസ്ഫിയറാണ് അഗ്നിപർവ്വതങ്ങളുടെ ലാവയ്ക്ക് ഉറവ എന്ന് പറയുന്നത്. ആ ലാവ അവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ വർഷത്തിൽ ശരാശരി 2 സെൻറ്റിമീറ്റർ മുതൽ 12 സെൻറ്റിമീറ്റർ വരെ വേഗത്തിൽ ഫലകങ്ങൾ ചലിക്കുന്നുണ്ട്. ഇത് കാരണം ശിലാമണ്ഡല ഫലകങ്ങൾ ചലിക്കുന്നുണ്ട്. 2 സെൻറ്റിമീറ്റർ മുതൽ 12 സെൻറ്റിമീറ്റർ വരെ വേഗത്തിൽ വർഷത്തിലെ 2 സെൻറ്റിമീറ്റർ അകലുന്നുണ്ട്, അല്ലെങ്കിൽ മാക്സിമം പോയാൽ 12 സെൻറ്റിമീറ്റർ. പക്ഷെ ഫലകങ്ങളുടെ ചലനം എല്ലാ കാലത്തും ഒരുപോലെയായിരിക്കണമെന്നില്ല. ആദ്യമൊക്കെ 30 സെൻറ്റിമീറ്റർ വരെ ഉണ്ടായിരുന്നു എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇനി ഇതിന് ഇങ്ങനെ ഫലകങ്ങളുടെ ഈ ചലനം ഭൂമിയുടെ ആഴങ്ങളിൽ ഫലക ചലനമായും മറ്റും ശിലകൾക്ക് സ്ഥാനമാറ്റവും ഭ്രംശനവും സംഭവിക്കാറുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ ഭൂമിയുടെ ശിലാമണ്ഡലത്തിൽ പെട്ടെന്ന് ശക്തമായ സമ്മർദ്ദം അനുഭവപ്പെടുകയും കെട്ടിക്കിടക്കുന്ന ജലാശയത്തിൽ ഭാരമുള്ള താഴെ വീഴുമ്പോൾ വസ്തു വീണ സ്ഥലത്ത് നിന്ന് വൃത്താകൃതിയിൽ തരംഗങ്ങൾ ജലാശയം മുഴുവൻ വ്യാപിക്കുന്നത് പോലെ ഭൂകമ്പ തരംഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ തരംഗങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിൽ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കുന്നു. ഭൂമിയുടെ അത്തരം പ്രകമ്പനങ്ങളാണ് നമുക്ക് ഭൂകമ്പമായി അനുഭവപ്പെടുന്നത്. അത്തരമുള്ള ഭൂകമ്പങ്ങൾ ഒന്നാണ്. മറ്റ് പലതരത്തിലുള്ള ഭൂകമ്പങ്ങളുമുണ്ട്. ഭൂകമ്പങ്ങളെ അടിസ്ഥാന കാരണത്തെ അടിസ്ഥാനമാക്കി താഴെ പറയുന്ന തരങ്ങളായി വിഭജിക്കാം. ടെക്ടോണിക് ഭൂകമ്പങ്ങൾ ഏറ്റവും സാധാരണയായി കാണുന്ന ഭൂകമ്പമാണ്. ഭൂമിയുടെ പ്ലേറ്റുകൾ, ഫലകങ്ങൾ തമ്മിലുള്ള ചലനം മൂലമാണ് ഇതുണ്ടാകുന്നത്. ഭ്രംശതലത്തിലൂടെ ശിലകൾ തെന്നി മാറുന്നതാണ് ഇതിന് കാരണം. ഭ്രംശതലത്തിലൂടെ ശിലകൾ, ഇപ്പോൾ ഈ വിടവിലൂടെ ഇങ്ങനെ തെന്നിയിട്ട് മാറും. ഈ വിടവിലൂടെ, എങ്ങനെയുള്ള വിടവിലൂടെ? 2 വൻകരകൾ തമ്മിലൊരു വിടവ് നമ്മൾ നേരെ കണ്ടു, അല്ല, ഫലകങ്ങൾ തമ്മിൽ. അതിൻ്റെ വിടവിലൂടെ ഇതിങ്ങനെ തെന്നി മാറുമ്പോഴാണ് ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത്. ഭ്രംശതലത്തിലൂടെ ശിലകൾ തെന്നി മാറുന്നത് മൂലമാണ് ഇതിന് കാരണം. ഇനി അഗ്നിപർവ്വതജന്യ ഭൂകമ്പങ്ങളുണ്ട്. അഗ്നിപർവ്വത പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഭൂകമ്പങ്ങളാണ്. മാഗ്മയുടെ ചലനം മൂലമാണ് ഇത് ഉണ്ടാകുന്നത്. കൊളാപ്സ് ഭൂകമ്പങ്ങൾ,
ഭൂഗർഭ ഖനികളുടെ മേൽത്തട്ട്, ഭൂഗർഭ ഖനികളുണ്ട്, ആ ഖനികളുടെ മേൽത്തട്ട് തകർന്നടിഞ്ഞ് ഉണ്ടാകുന്ന ചെറിയ പ്രകമ്പനങ്ങൾ, തീവ്ര ഖനന മേഖലകളിൽ ഇത് സാധാരണമാണ്. വിസ്ഫോടന ഭൂകമ്പങ്ങൾ, എക്സ്പ്ലോഷൻ, ആണവരാസ വിസ്ഫോടനങ്ങൾ മൂലമുണ്ടാകുന്ന ഭൂകമ്പങ്ങൾ വളരെ അപൂർവമാണ്. ജലസംഭരണി പ്രേരിത ഭൂകമ്പങ്ങൾ, അത് മറ്റൊരു തരത്തിലുള്ള ഭൂകമ്പമാണ്. കൂറ്റൻ ജലസംഭരണികളിൽ ജലം നിറയുന്നത് മൂലം ഭൂമിയുടെ പുറംതോടിൽ ഉണ്ടാകുന്ന ഭാരം, അതിൻ്റെ വർധനവ് മൂലം ഉണ്ടാകുന്ന ഭൂകമ്പങ്ങളാണ്. ഇങ്ങനെ ജലസംഭരണി പ്രേരിത ഭൂകമ്പങ്ങൾ ജലസംഭരണികൾ മൂലം ഉണ്ടാകുന്നതാണ്. വിസ്ഫോടന ഭൂകമ്പങ്ങൾ, ആണവരാസ വിസ്ഫോടനങ്ങൾ മൂലം. കൊളാപ്സ് ഭൂകമ്പങ്ങൾ, ഖനിയുടെ മേൽത്തട്ടിടിഞ്ഞു വീഴുന്നത് മൂലം. തീവ്ര ഖനന മേഖലയിൽ അഗ്നിപർവ്വതം മൂലം അഗ്നിപർവ്വതജന്യ ഭൂകമ്പങ്ങൾ. ഇങ്ങനെ ടെക്ടോണിക്കൽ ഫലകങ്ങളുടെ പെട്ടെന്നുള്ള നീക്കം കാരണം, ചലനം മൂലം ഉണ്ടാകുന്ന ടെക്ടോണിക് ഭൂകമ്പങ്ങൾ. ഇങ്ങനെ 5 തരത്തിലുള്ള ഭൂകമ്പങ്ങളുണ്ട്. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.